പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്. എല്ലായിടത്തും ഫുട്ബോളിന്റെ ഒരു ഫീവർ ആണ്. അതുകൊണ്ട് കോമഡി മാസ്റ്റേഴ്സിലും ഇന്ന് ഫുട്ബോൾ മാത്രമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ടു ക്യൂട്ടി ദ ഹാൻഡ് വാഷ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ്, പവർഡ് ബൈ അമൃതവേണി ലൈഫ് കിറ്റ്, കോ പവർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്. ഒരു തനി മലയാളിയാണെങ്കിലേ ഫുട്ബോൾ ഫീവർ. എല്ലാം ബീച്ചസും എല്ലാം എന്താ പറയാ, തോട്, പാടം, കായല്, കര, അങ്ങനെ മൊത്തം ഫുട്ബോൾ ആയിരിക്കും. അതും പോട്ട് ഇപ്പൊ റോഡിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്ക്. ഫ്ലെക്സിന്റെ നീളം വെച്ചാൽ മതി. 10 അടി വെച്ചാൽ പിന്നെ 20 അടി. മെസ്സിക്ക് മുകളിൽ റൊണാൾഡോ, റൊണാൾഡോക്ക് മുകളിൽ നെയ്മർ, പിന്നെ വേറെ ആരെങ്കിലും അവിടുത്തെ ഒരു പ്രസിഡന്റിന്റെ ഫ്ലെക്സ് വീണ്ടും അതിന്റെ മുകളിൽ. അതെ. പിന്നെ ഉണ്ടല്ലോ നാട്ടിലെ എല്ലാ കുട്ടികളുടെയും പിറകിൽ മെസ്സി, റൊണാൾഡോ എന്നും പറഞ്ഞ ടീഷർട്ടും ജേഴ്സീസ് ഉണ്ടാവും. അത് മാത്രമല്ല നമ്മുടെ ഞാനും വാങ്ങിയിടാറുണ്ട് കേട്ടോ. ആണോ ചേച്ചി? ഏതാ ടീം? ഏതാ? ഞാൻ അപ്പൊ പറയും. ചേച്ചിയുടെ ടീം ജയിക്കുന്ന ടീമായിരിക്കും അല്ലേ ചേച്ചി? അല്ലല്ല, പറയാൻ പറ്റില്ല. എന്റെ ഞാൻ പറയാം, ഞാൻ ഭയങ്കര ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാണ്. തുറന്നു പറയും, എനിക്ക് ഒരു കുഴപ്പമില്ല. CR7 പോർച്ചുഗൽ. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടുകൂട്ടത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടണം. ഏറ്റവും അഭിമാനം കൊള്ളുന്ന ഫുട്ബോൾ പ്ലെയേഴ്സും കോച്ചസും ആണ് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ. നമുക്ക് ആദ്യം തന്നെ ബൈജു സാറിൽ നിന്ന് തുടങ്ങാം. ഹായ് സർ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ഫുട്ബോൾ അസോസിയേഷന്റെ സെക്രട്ടറി ആണ് ബൈജു സാറ്. അതോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, ജോസ് ലോറൻസ്. ഹായ് സർ. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ ആയ MM ജേക്കബ് സാർ. ഹായ് സർ. ഇനി അടുത്ത എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. എനിക്ക് ഉൾപ്പെടെ കുറച്ച് പേർക്ക് ഫിഫ വേൾഡ് കപ്പ് എന്താന്നുള്ളത് ചെറുതായിട്ടൊന്നും അറിയാം. പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ കേട്ട് പരിചയമുള്ളത് സന്തോഷ് ട്രോഫിയാണ്, അല്ലെ? ഈ സന്തോഷ് ട്രോഫിയിൽ കളിച്ച ഒരു പ്ലെയറിനെ നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെയധികം ഒരു പ്രിവിലേജ് ആണ്, ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ ആ ഗോൾ കീപ്പർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ് ഇറ്റി സാർ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ആ ഗോൾ കീപ്പറിന്റെ ടെൻഷൻ അന്ന് എന്തായിരിക്കും അല്ലേ? ഞാനതാലോചിക്കണേ. ജയിച്ചു, പക്ഷെ ജയിക്കുന്നിടം വരെയുള്ള ആ ഒരു ടെൻഷൻ അത് ഞങ്ങൾക്ക് അറിയണം. കാരണം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ആ ഒരു ടെൻഷൻ ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സെറ്റ് സീനിയേഴ്സ് മൊത്തം ഇവിടെയാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നോക്ക മക്കളെ, നോക്ക. ഏതാണ് ടീം? Under 20 കളിച്ച ഫുട്ബോൾ പ്ലെയേഴ്സ് ആണ്. എനിക്ക് ആദ്യം റാഫേലിന്റെ പേര്, ഞാൻ റാഫേൽ എന്ന് പറഞ്ഞെങ്കിലും റാഫേൽ തന്നെ റാഫേലിന്റെ ഫുൾ പേരൊന്ന് പറഞ്ഞേ. റാഫേൽ ലിയാൻ സിക്വേര. റാഫേൽ ലിയാൻ സിക്വേര Under 20 നാഷണൽ ഫുട്ബോൾ പ്ലെയർ ആണ്. ഈ പേരെങ്ങനെയായിരിക്കും അച്ഛനും അമ്മ ഇട്ടിട്ടുണ്ടാവുക? അത് റാഫേൽ എന്ന് പറഞ്ഞ പള്ളിയിലിടുന്ന പേരാണ്. അത് ലിയാൻസ് എങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടോന്ന് നോക്കിയോ എപ്പോഴെങ്കിലും? റാഫേൽ എന്ന് പറഞ്ഞ പ്ലേസ് കുറെ ഉണ്ട്. ഓക്കെ. ലിയാൻസ് എന്നുള്ള അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ സിക്വേര എന്ന് പറഞ്ഞ ആംഗ്ലോ ഇന്ത്യൻ നെയിമാണ്. ഞാനൊരു ആംഗ്ലോ ഇന്ത്യൻ ആണ്. പക്ഷെ ഈ പേര് ആപ്റ്റ് ആണ് അല്ലേ? ഒരു ഫുട്ബോൾ പ്ലെയറിന് പറ്റിയ നെയിം, മാസ് നെയിം. ഇനി അടുത്ത മാസിനെ ഒന്ന് പരിചയപ്പെടണം. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ആണുങ്ങൾ പെണ്ണുങ്ങൾ വേണം, എല്ലാം ഇക്വാലിറ്റി ആണെന്ന് പറയുന്നിടത്ത് ഒരു ഇന്ത്യൻ ലേഡി കോച്ച് നമുക്കുണ്ടെന്ന് പറയുന്നത് നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ്. ലേഡി IM വിജയൻ എന്നാണ് സീന മാമിനെ അറിയപ്പെടുന്നത്. ഹായ് സീന മാം, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അടുത്ത ഹായ് അജിത്തും Under 20 നാഷണൽ പ്ലെയർ ആണ് അല്ലെ? അജിത്തിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്കറിയണം. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തമീന ഫാത്തിമയാണ്. Under 17 ഇന്ത്യൻ പ്ലെയർ ആണ് തമീന, ഒരു ഗോൾ കീപ്പറും കൂടിയാണ്. ഇവിടെ വരുന്ന ഓരോ കൗണ്ടറുകളും ചാടി പിടിച്ചോണം. അവിടെ ഒരൊറ്റ എണ്ണം വിട്ട് കളഞ്ഞേക്കരുത് കേട്ടോ. ഒരു ഗോൾ കീപ്പർ ഇവിടെ, ഒരു ഗോൾ കീപ്പർ ഇവിടെ. ഇത് പഴയ തലമുറ, ഇത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന തലമുറ, ഭാവിയിലെ തലമുറ. വേറെ ഒരു കാര്യം പറയട്ടെ, ഈ പ്രാവശ്യത്തെ ഫിഫ കപ്പ് 2026 വേറെ ഒരു നമ്മൾ മലയാളികൾക്ക് ഭയങ്കര അഭിമാനം കൂടുന്ന ഒരു സാധനമാണ്. ഒരു നമ്മളുടെ ഒരു കൊറിയോഗ്രാഫർ രജിത്ത് ദേവ് ആണ്. അതിന്റെ ടൈറ്റിൽ സീർ എന്ന ടൈറ്റിൽ സോങ് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മലയാളി രജിത്ത് ദേവിന് ഒരു വലിയൊരു കൈയടി. തീർച്ചയായിട്ടും ചേച്ചി. അത് മാത്രമല്ല, ആദ്യമായിട്ട് ഫിഫയിൽ ഒരു മലയാളി കളിക്കാൻ പോവുകയാണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഖത്തറിന് വേണ്ടിയാണ്. മുഹമ്മദ് തഹസിൻ. ഇനി നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? ഇന്ത്യ ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കാന്നുള്ളതാണ്. അതെന്തായാലും നടക്കും കാര്യം. ഫ്യൂച്ചർ നമ്മുടെ പുറകിൽ ഇരിപ്പുണ്ട്. വരട്ടെ, അത് നമുക്ക് കാണാൻ പറ്റട്ടെ.
തീർച്ചയായിട്ടും. ഞാൻ സീന മാമിനെ എന്തായാലും നേരിട്ട് കണ്ട സ്ഥിതിക്ക് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. മാമിന് ലേഡി IM വിജയൻ എന്നാണല്ലോ അറിയപ്പെടുന്നത്. മാമിന് എങ്ങനെയാണ് ആ പേര് കിട്ടിയത്? സാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സിസർ കട്ടാണ്. വിജയൻ സാറിന്റെ ഒത്തിരി സിസർ കട്ടിലൂടെ ഗോൾ നേടി നമ്മുടെ കേരളത്തിനെ മുൻനിരയിൽ എത്തിച്ചിട്ടുള്ള വ്യക്തിയും കൂടിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഗെയിമിൽ ആ സിസർ കട്ടെടുത്തെന്ന് തന്നെ പറയാം. പണ്ടൊക്കെ ഈ കേരളത്തിൽ ഒത്തിരി സെവൻസ് ഉണ്ടായിരുന്നു. മഞ്ചേരി, മലപ്പുറം, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ സെവൻസിന് കൊണ്ടുപോകുന്ന വ്യക്തികൾ ഒരു സിസർ കട്ടിന് 25 രൂപ തരാന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ആ 25 രൂപയ്ക്ക് വേണ്ടി സിസർ കട്ടുകൾ അടിച്ച് കിട്ടിയ പേരാണ്. ഇപ്പം നാഷണൽ ഗെയിംസിലും ഒക്കെ അങ്ങനെ അടിച്ചിട്ട്. ചേട്ടനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയപ്പോൾ ചേട്ടനായിരുന്നു ഗോൾ കീപ്പർ എന്ന് പറഞ്ഞു. ചേട്ടാ, ആ ഒരു മൊമെന്റ് ചേട്ടനൊന്ന് പറയാൻ പറ്റുമോ? കാരണം നമുക്ക് അത്രയും ആ ഒരു ടെൻഷൻ സമയത്ത് ചേട്ടനല്ലേ ആ ഗ്രൗണ്ടിലുണ്ടായിരുന്ന? കേരളം മുഴുവൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു സന്തോഷ് ട്രോഫി ഫൈനലായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് സന്തോഷ് ട്രോഫി 73 നമ്മൾ ഫൈനലിലെത്തുന്നത് ആദ്യമായി. അന്ന് നമ്മൾ ജയിച്ച ഉടനെ തന്നെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ C. അച്യുതമേനോൻ നമ്മുടെ ഗവൺമെന്റിന് ഹോളിഡേ ഡിക്ലെയർ ചെയ്തു. ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ജയിച്ചിട്ട് ആദ്യമായിട്ട് കേരളത്തിന് ഒരു പബ്ലിക് ഹോളിഡേ കിട്ടുന്നത് ഈ സന്തോഷ് ട്രോഫി വിജയിച്ചിട്ടാണ്. അതുകൂടാതെ അദ്ദേഹം പിറ്റേ ദിവസം നമുക്ക് ട്രിവാൻഡ്രത്ത് മന്ത്രിസഭ ഒരു സ്വീകരണം തന്നിരുന്നു. അതിലും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ക്രൈസ്റ്റ് കോളേജിലെ ഫൈനൽ ഇയർ പഠിക്കും കൂടിയായിരുന്നു, കോളേജ് സ്റ്റുഡൻറ്റും കൂടിയായിരുന്നു. ഞങ്ങൾ 3 കോളേജ് സ്റ്റുഡൻസാണ് അന്ന് സന്തോഷ് ട്രോഫി ടീമിലുണ്ടായിരുന്നത്. ഒന്ന് ദേവാനന്ദ് ഞങ്ങളുടെ കൂടെ ഇല്ല, പിന്നെ ഡോക്ടർ ബഷീർ, പുള്ളി ഇപ്പോൾ ഷാർജയിൽ ഡോക്ടറായിട്ട് ഇത് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ഭാഗ്യം കൂടെ 3 കോളേജ് സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ, പക്ഷെ നമുക്ക് എപ്പിസോഡിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോവാം. ഇനി ബാക്ക് ടു നമ്മുടെ ഫുട്ബോൾ ഫീവർ. എല്ലാ വീട്ടിലും കാണും ഒരു ഫുട്ബോൾ ലവർ. അത് ഭയങ്കരമായിട്ട് ബഹളം വെച്ചുണ്ടാക്കുന്ന ഒരു ലവർ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. എന്റെ അപ്പനാണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ. അടിക്കുവാണ്, എന്ത് ചവിട്ടറ തുണിക്കറ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും സ്ഥിരം കേൾക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഈ സ്കിറ്റിന്റെ രൂപേണ കാണുമ്പോഴുണ്ടല്ലോ നമുക്കിങ്ങനെ ത്രില്ല് കയറും. കാരണം ചിരിക്കാനുള്ള മൊമെന്റ്സും ഉണ്ട്. അതേപോലെ ഇതിൽ ആര് ജയിക്കും, എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഇല്ലേ? എന്നാ ഗ്രൗണ്ടിലെ ഒരു ആവേശം നമുക്കിനി ഇവിടെ കാണിച്ചാലോ? കിറ്റ് കണ്ടാലോ? ഒരു സെക്കൻഡ്, ആവശ്യമുള്ള പണി കിറ്റിന് വരാൻ പോവാണ്, വരാൻ പോവാണ്. കൈയടിച്ചോ. അയ്യോ, പ്രിയമുള്ള വാഹന പ്രേമികളെ, നിങ്ങൾക്ക് മുന്നിൽ വാഹനങ്ങളും അതിന്റെ ആക്സസറീസും കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ അസംബിൾ ചെയ്യുന്ന ന്യൂ മോഡൽ വാഹന ഡ്രാമ അടുത്ത ഹോണോടുകൂടി തുടങ്ങുകയാണ്. ഈ യാത്രയ്ക്ക് ആവശ്യമായ ഇന്ധനം എന്ന് പറയുന്നത് നിങ്ങളുടെ വിലയേറിയ കയ്യടിയാണ്. ഈ ഇന്ധനം നിങ്ങളിൽ നിന്നും കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഈ യാത്ര തുടങ്ങുകയാണ്. ഞങ്ങളുടെ വാഹന ഡ്രാമയുടെ പേര് തെറ്റിയടിച്ച പെറ്റി, അല്ലെങ്കിൽ പെറ്റിയടിച്ചത് തെറ്റി. കരോവാൻ, തീവണ്ടി, വിമാനം, കാറ്, റോക്കറ്റ്, ജീപ്പ്, മാരുതി, ചേതക്ക്, ഫിയറ്റ്, ഡസ്റ്റർ, ലാംബി, ഉടയ, പ്രീമിയർ, പത്മിനി, ഹമ്മർ, സ്പ്ലെൻഡർ, ആക്റ്റീവ, കൈനെറ്റിക്കും പൾസറും ആൾട്ടോയും, പിന്നെ സ്കൂട്ടറും ഒമിനിയും എൻഫീൽഡും എല്ലാം നമ്മുടെ വാഹന സ്വപ്നങ്ങൾ. ഈശ്വരാ, ഇന്നും ഡിമ്മടിക്കാതെ സൂര്യൻ നല്ല ബ്രൈറ്റിൽ തന്നെ ഉദിച്ചു വന്നു. എന്റെ ടോറസ് ദൈവങ്ങളെ, എന്റെ 16-13 SC കാത്തോളമേ. എന്റെ മകൾ ഓമിനിയുടെ ഹോണല്ലേ ആ കേൾക്കുന്നത്? മോളെ, പച്ച ലൈറ്റ് കത്തിക്കിടക്കുക, കേറി ഇങ്ങ് പോരെ. മോളെന്ന് ഷീ ടാക്സി ഓടിക്കാൻ പോയില്ലല്ലേ? പോയില്ലപ്പേ. പിന്നെന്താ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടിയ ഒരു ട്രാവലർ? അത്
അപ്പുറത്തെ വീട്ടിലെ ബെൻസ് ഇല്ലേ, ആ ബെൻസ് അയാളാണ് ശരിയല്ലപ്പേ. എന്ത് പറ്റി മോളെ? അയാള് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴേ റൂട്ട് തെറ്റിച്ച് എന്നെ സിഗ്നൽ തെറ്റിക്കുവാ. സിഗ്നലോ? ആ, ഇൻഡിക്കേറ്റർ ഇടുവാ. ഇൻഡിക്കേറ്ററോ? സൈറ്റ് അടിച്ച് കാണിക്കുവാന്ന്. എന്റെ പെൺസ്കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ അവൻ സൈറ്റ് അടിച്ച് കാണിക്കുന്നു. അപ്പ മോളോട് പറഞ്ഞിട്ടുണ്ട് അവൻ വെറും ക്രച്ചായാ, ക്രച്ച. മുമ്പൊരു ദിവസം വഴക്കിട്ടപ്പോ അവൻ എന്നെ ബോണറ്റ് പൊക്കി കാണിച്ചടി. അപ്പൊ അപ്പ എന്ത് ചെയ്തു? ഞാൻ മടിച്ചു നിൽക്കോ, ഞാൻ തിരിഞ്ഞു വന്ന് അവനെ ഡിക്കി പൊക്കി കാണിച്ചു കൊടുത്തു. നന്നായി അപ്പേ, നന്നായി. ഹിറ്റാച്ചി. ഹിറ്റാച്ചി. അപ്പയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തുമ്മുമ്പോ ഇന്നോവ പൊത്തി പിടിക്കണോന്ന്. ഇന്നോവ പൊത്തി പിടിക്കണമെന്നൊക്കെ അപ്പയ്ക്ക് ഓർമ്മയുണ്ട് മോളെ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ ഹമ്മർ വരുന്നുണ്ടാണ്. എന്താ ഇടയ്ക്കിടയ്ക്ക് ഈ ഹമ്മർ വരുന്നതെന്നറിയോ? അപ്പയുടെ കാർബറേറ്ററിൽ മൊത്തം പുകയാ, പുക. അത് തന്നെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറില്ലേ ഓയിൽ ചേഞ്ച് ചെയ്യണം, ചേഞ്ച് ചെയ്യണോന്ന്. എത്ര നാളായി ഓയിൽ ചേഞ്ച് ചെയ്തിട്ട്. ഇങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അപ്പയുടെ ഓയിൽ സീല് ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യണം. സർവീസ് ഒക്കെ മുടങ്ങി കിടക്കുക. അതുമല്ല ബോഡി ഫുള്ള് വീക്കാ. ഉടനെ തന്നെ നമുക്കൊരു വർക്ക്ഷോപ്പിൽ കയറ്റണം. ഹോസ്പിറ്റലിൽ കയറ്റണോന്ന്. മോള് പറഞ്ഞത് ശരിയാ. അപ്പയുടെ എഞ്ചിനൊക്കെ വല്ലാത്ത വേദന. ഒരു ആട്ടോ കൺസൾട്ടൻസിനെ കാണിച്ച് ഒരു ഫുൾ സർവീസ് ചെയ്യണം. മോളെ, വിമാനത്ത് നല്ല മഴക്കാറുകൾ കാണുന്നുണ്ട്. ശരിയാപ്പേ, നല്ല കറുത്ത കാറുകൾ. അശേ കിടക്കുന്ന അപ്പയുടെ 2 കിക്കർ എടുത്ത് അകത്തിടും. അല്ലല്ല, നിക്കർ. 2 ഉള്ളൂ. മഴ നനഞ്ഞാൽ ഇടാൻ വലിയ ബുദ്ധിമുട്ടാ. പണ്ടേ അതില് മൊത്തം ടൊയോട്ടയാ. അപ്പയുടെ നിക്കർ ഞാനെടുത്ത് ഇട്ടോളാം. അല്ല, അപ്പയുടെ നിക്കർ അകത്തെടുത്തിട്ടോളാം. കളിച്ചു നിൽക്കാതെ ഓടി പോടി. അയ്യോ, എന്റെ പൊന്നുമോളാ, എന്റെ ഭാര്യ പ്രീമിയർ പത്മിനി മരിച്ചതിന് ശേഷം എനിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മെട്രോ ട്രെയിൻ കണക്ക് കിടന്ന് ഓടാൻ എവള് മാത്രമേ ഉള്ളൂ. പിന്നൊരു മകനുണ്ട്, JCB. വലിയൊരു കാറോട്ടക്കാരനാക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അവനിപ്പോ ഒരു പന്തിന്റെ പിറകെ കിടന്ന് ഓടുവാ. എന്റെ മകൻ JCBയുടെ സിഗ്നൽ ആണല്ലോ വന്നത്. എന്താടാ, ഡെസ്റ്റിനേഷൻ തെറ്റി വന്നതാണോ? ഇല്ലില്ല, ഞാൻ വീട്ടിൽ തന്നെ വന്നതാണ്. അതെ, അച്ഛന്റെ ആഗ്രഹങ്ങൾ തീർത്ത മകനാണ് നീ. എന്താഗ്രഹം? എടാ, നിന്നെ ഒരു ഡ്രൈവറായി കാണണമെന്നല്ലായിരുന്നാടാ എന്റെ ആഗ്രഹം. പക്ഷെ എന്റെ ആഗ്രഹം ഡ്രൈവർ ആവാനല്ല, നെയ്മർ ആവാനാ. എടാ, അച്ഛനൊരു ഗുളിക മേടിച്ചു തരാൻ പറഞ്ഞിട്ട് നിനക്ക് എന്താടാ ഇത്ര ബിസി? ബിസി അല്ല, മെസ്സി ഇന്ന് അർജന്റീനയുടെ കളിയായിരുന്നു അച്ഛാ. അയ്യോ, അപ്പൊ ലോകകപ്പ് മത്സരം തുടങ്ങിയല്ലേ? തുടങ്ങി. എത്യോപ്യ പെറു. എത്തി നോക്കിയാ പെറു എന്നാ? അങ്ങനെയല്ല, എത്യോപ്യയും പെറുവും തമ്മിലുള്ള കളിയാണെന്ന്. നീ ഇങ്ങനെ കളിച്ച് നടന്നോ? എടാ, നിനക്കൊരു പ്രൈവറ്റ് ബസ്സിലെ കിളിയായിട്ട് ജോലി മേടിച്ചു തന്നിട്ട് നീ എന്താടാ പോകാത്തത്? അച്ഛാ, ബസ്സിലെ ഫുട്ബോളിൽ തൂങ്ങിക്കിടക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഗ്രൗണ്ടിലെ ഫുട്ബോളിൽ കളിക്കാൻ എനിക്കിഷ്ടം. നീ ഇങ്ങനെ കളിച്ച് നടന്നോ? പക്ഷേ നിന്റെ ഈ ഫുട്ബോൾ നിറയ്ക്കാൻ ഞാൻ പണിക്ക് പോകേണ്ട അവസ്ഥയാണ്, അറിയാമോ? എന്താ മോളെ, എന്ത് പറ്റി? എന്താടി പെട്ടെന്ന് റിവേഴ്സിലൊരു ഓട്ടം? എന്താ? എന്റെ മുറച്ചെറുക്കൻ ആ ഫ്രോഡ് ഇവിടെ വന്നാ? ആ ഫ്രോഡ് അടിച്ച് ഫിയറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ അപ്പേ, എന്റെ റേഡിയേറ്റർ ചൂടാവുന്നപ്പേ, റേഡിയേറ്റർ ചൂടാവുന്ന. കൈ നെറ്റിക്ക് എടുത്ത് നോക്ക്. കൈ നെറ്റിക്കാ? കൈ നെറ്റിക്ക് വെച്ച് നോക്ക്. ശരിയാണ് മോളെ, നിന്റെ റേഡിയേറ്റർ ഓവർ ഹീറ്റ് കാണിക്കുന്നുണ്ട്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ടടി. ഈ റോഡിലൂടെ ലൈസൻസ് ഇല്ലാത്ത ഒരുത്തനെയും വണ്ടി ഓടിക്കാൻ ഈ അപ്പ സമ്മതിക്കില്ല. എന്ന് വെച്ചാ എവളെ ഇഷ്ടമില്ലാതെ ഒരുത്തനെ ഇവളെ കേട്ടില്ലല്ലെന്ന്. മിസ്റ്റർ മഹേന്ദ്ര, എന്താടാ കുടുംബത്തിൽ കയറി ഒരു മാതിരി ചിരി? ചിരിച്ചാലെന്താ?
എനിക്ക് ചിരിച്ചാൽ എന്താ കുഴപ്പം? ഒരുപാട് ചിരിച്ചാലേ നിന്റെ ക്ലച്ച് അടിച്ച് ഞാൻ തെറ്റിക്കും. അതിനുള്ള ഉറപ്പ് നിങ്ങളുടെ സെൻട്രൽ ബോട്ടിലുണ്ടോ? എടാ 10-13 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എന്റെ എഞ്ചിന് നല്ല പുള്ളിക്കും നല്ല പവറും ആണടാ. ഓക്കെ, സമ്മതിച്ചു. വെറുതെ ആക്സിലേറ്റർ ചവിട്ടി റേസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, എന്റെ മുറപ്പെണ്ണ് ഒമിനിയും എന്റെയും മൈലേജ് എന്നാണ്? മൈലേജോ? അതെ, മൈലേജ്. ഇറങ്ങി പോടാലോ അറി. എന്റെ മകൾ ഒമിനിയെ നിനക്ക് മൈലേജ് ചെയ്ത് തരണോന്നോ? എന്താ കെട്ടിച്ചെന്നാൽ? എന്താ കെട്ടിച്ചെന്നാൽ? കെട്ടിച്ചു തരില്ല? ഇല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് നേക്കഡ് സത്യങ്ങൾ പറയേണ്ടി വരും. നഗ്നമായ സത്യങ്ങൾ പറയട്ടെ? ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ നിങ്ങൾ ഞെട്ടും. നീ പറയടാ. പറയട്ടെ? പറയും. എടാ, ഹാഫ് ക്ലച്ച് നിർത്തി ഇങ്ങനെ എരപ്പിക്കാത്ത കാര്യം പറ. നാഗർകോവിൽ തമിഴ്നാട്ടിൽ നിങ്ങൾക്കൊരു സ്റ്റെപ്പിനി ഇല്ലേ? നിങ്ങൾക്കൊരു മകനില്ലേ? ഡാറ്റ്സൺ. പറ, ആരാണെന്ന് പറ. മാർക്കേച്ചാ, വീട്ടിൽ വന്നിട്ട് ഒരുമാതിരി ജീപ്പ് വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഞാനാണോ ജീപ്പ് വർത്താനം പറഞ്ഞത്? നിങ്ങളുടെ അച്ഛനും ജീപ്പ് പരിപാടി കാണിക്കാമല്ലേ? പറ, എന്താന്ന് വെച്ചാ പറ. ആരാണ് ജിപ്സി? പറയാച്ചാ, ഞാൻ പറയണോ? പറയണം. എന്നാ ആ ട്രാവൽ സ്റ്റോറി ഞാൻ എന്റെ പൊന്നുമക്കളോട് പറയാം. രണ്ടുപേരും ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് 8ഉം 8ഉം എടുക്കാൻ നിൽക്കുന്ന സൂക്ഷ്മതയോടെ കഥ കേൾക്കണം. നിങ്ങളുടെ അമ്മ പ്രീമിയർ പത്മിനി പോയതിനു ശേഷം വീട്ടിലിരുന്നാൽ അച്ഛന്റെ ബാറ്ററി ഡൗൺ ആകുമെന്ന് വിചാരിച്ച് അച്ഛന്റെ 16-13 എസിയും എടുത്തുകൊണ്ട് ഒരു യാത്ര പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാഗർകോവിൽ വെച്ച് അച്ഛന്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഇറങ്ങി ബോണറ്റ് തുറന്ന് നോക്കുമ്പോ റേഡിയേറ്ററിൽ നിന്ന് കത്തുക. ഒരു തുള്ളി വെള്ളമില്ല, ഒരു തുള്ളി വെള്ളം. അച്ഛനൊരു കുപ്പിയും എടുത്തുകൊണ്ട് അടുത്തൊരു വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. ആ കുട്ടി എന്നോട് പറയാണ്, പൈപ്പിൽ വെള്ളമില്ല, വാഗണറിലെ വെള്ളമുള്ളൂ. ആ കുട്ടി എനിക്കൊരു കുപ്പി വെള്ളം തന്നു. ആ വെള്ളം കൊണ്ടു തന്ന കുട്ടിയാണ് നാഗർകോവിൽ ജിപ്സി. അങ്ങനെയാണെങ്കിൽ ആരാണ് ഡാറ്റ്സൺ? അത് പറയണം. ആ സംഭവത്തിന് ശേഷം എന്താണെന്ന് എനിക്കറിയത്തില്ല. വീട്ടിൽ ഇരിക്കുമ്പോ അച്ഛന്റെ ബാറ്ററി ഡൗൺ ആവും, അച്ഛൻ 16-13 ബസ് ലോറി എടുക്കും, യാത്ര പോകും. ദോഷം പറയരുതല്ലോ, നാഗർകോവിൽ എത്തുമ്പോ ഇത് ബ്രേക്ക് ഡൗൺ ആവും. അച്ഛൻ അവിടുത്തെ വാഗടറിൽ പോയിട്ട് വെള്ളം എടുക്കും. വേണ്ട, കുപ്പിയായിട്ട് റോഡിൽ നിൽക്കും. പിന്നെ കുപ്പി വെള്ളമായി, ചോറായി, കറിയായി, കട്ടിലായി, മുറിയായി, ഞാൻ അവിടെ പൊറുതിയായി. ഡാറ്റ്സൺ വീട്ടിന്റെ മുറ്റത്ത് കിടന്ന് ഓട്ടം. അച്ഛന്റെ പൊന്നുമക്കൾ അച്ഛന് പറ്റിയ തെറ്റിന് അച്ഛനോട് പോർഷേ ഞങ്ങൾ അച്ഛനോട് അപ്പോഴൊരു കാര്യമുണ്ടല്ലോ, ഈ ഡാറ്റ്സനെ എവിടെ താമസിപ്പിക്കും? എടാ, ഇത്രയും വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ ഒരു 3 വീലുള്ള ഒരു ഓട്ടോ കൂടി പാർക്ക് ചെയ്യാൻ എന്റെ മക്കൾ അനുവാദം തരണം. ഞങ്ങക്ക് സമ്മതമാണ് അച്ഛാ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അതെ അതെ. അങ്ങനെയാണെങ്കിൽ എന്റെയും ഒമിനിയുടെയും മൈലേജ് എപ്പോഴാണ്? അതിന് മറുപടി പറയുന്നത് ഞാനല്ല, എന്റെ മകൾ ഒമിനി അതിനുള്ള മറുപടി നിനക്ക് തരും. പറയൂ ഒമിനി, എപ്പോഴാണ് നമ്മുടെ മൈലേജ്? എനിക്ക് നിങ്ങൾ വേണ്ട. എനിക്ക് നിങ്ങൾ വേണ്ട. വേണ്ടെന്നോ? അങ്ങനെ പറയരുത്. ഇത്രയായ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഞാൻ ഡസ്റ്ററുമായിട്ട് പ്രേമത്തിലാണ്. അപ്പൊ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഡസ്റ്റർ രാവിലെയും വൈകിട്ടും എന്നെ കോളേജിൽ കൊണ്ടുപോകുന്ന ഡസ്റ്ററേട്ടൻ. ആരാ ഡസ്റ്റർ? ഇത് ഈ കാണണം, അവനെ കാണണം. വിളിക്കുക ഡസ്റ്ററേ, ഇറങ്ങി വാടാ. ഡസ്റ്ററേട്ടാ, ഈ ഓട്ടോക്കാരനാണ് കെട്ടിച്ചു കൊടുക്കുന്നത്. എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത്? എനിക്ക് ഇഷ്ടംപോലെ പണമുണ്ട്, സ്വർണ്ണമാലയുണ്ട്, ലോക്കറ്റുണ്ട്, 4 കാറുണ്ട്, അത് ഓടിക്കാൻ 4 ഡ്രൈവർമാരുണ്ട്. അവിടെയാണടാ നിനക്ക് പൊളിഞ്ഞത്. എടാ, ലക്ഷങ്ങൾ വിലയുള്ള 4 കാറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് ആ കാർ ഓടിക്കാൻ അറിയാവോ? താക്കോലിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അറിയാവോ? പിറകേന്ന് തള്ളി ഉരുട്ടാനെങ്കിലും അറിയാമോ? പിന്നെ എങ്ങനെയാടാ? എടാ, ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? കണ്ടവ ഓടിക്കണം, നീ കണ്ടോണ്ടിരിക്കണം. അപ്പൊ ഒമിനി എന്റെ കാര്യം
കളിയുടെ ആവേശം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിങ്ങൾ പറയുക. ആ കാരണം കാണല്ലോ, പറഞ്ഞാലേ കാണാൻ പറ്റൂ. അല്ല ഇപ്പൊ പറഞ്ഞില്ല ഇവിടെ ഫുട്ബോൾ ഒരു ആവേശത്തിനാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ ഓരോ ടീമുകളെയും ഓരോ ഫുട്ബോൾ ടീമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ടീം ഒന്ന് പെർഫോം ചെയ്തതിനു ശേഷം നിങ്ങൾ പറയണം ഇത് ഇവിടുത്തെ ജർമ്മനിയാണോ അല്ലെങ്കിൽ ഇവിടുത്തെ ബ്രസീലാണോ അല്ലെങ്കിൽ ഇവിടുത്തെ ഫ്രാൻസ് ആണോ പോർച്ചുഗൽ ആണോ എന്ന് നിങ്ങൾ തന്നെ പറയണം. അതായത് ഇവിടുത്തെ മെയിൻ ടീമുകളിൽ ഒന്നാണ്. അതാ ഞാൻ പറഞ്ഞത് ഇത് ഏത് ടീമാണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അങ്ങനത്തെ 3 പേര് എങ്ങനെ ഉണ്ടാവും? അങ്ങനത്തെ 3 പേരാണെങ്കിൽ ഏകദേശം എനിക്ക് ഐഡിയ കിട്ടി. പക്ഷെ എന്തായാലും സസ്പെൻസ് വെക്കണം. നിങ്ങൾ പേര് പറഞ്ഞോ. പറയട്ടെ. സുബീഷ്, അനന്തു ആൻഡ് ജെറിൻ. ചേച്ചി ഗോൾ അടിക്കണമെങ്കിൽ ബാറ്ററി ഓൺ ആക്കണം. ബാറ്ററി ഓൺ എങ്കിൽ സ്കിറ്റ് കാണാം. ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലോ, പാട്ടിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ. എനിക്ക് 2 മക്കളുണ്ട്. ഒരുത്തൻ കിഴങ്ങാണെങ്കിൽ മറ്റവൻ നനകിഴങ്ങ്. എന്റെ പറമ്പിൽ കൊണ്ട് ഈ ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുക. ഇന്ന് ഞാൻ ഇത് വലിച്ചു കീറും കണ്ട. അച്ഛാ നിനക്കെന്താടാ എന്റെ പറമ്പിൽ കാര്യം? അച്ഛാ തോരണം. എന്റെ പറമ്പിൽ ഇരുന്ന് വൃത്തിയോട് കാണിക്കുന്നത്. അയ്യ അതല്ല, തോരണം കെട്ടാൻ വന്നതാന്ന്. പെണ്ണ് കെട്ടേണ്ട പ്രായത്തിൽ അവൻ തോരണം കെട്ടാൻ നടക്കുക. അച്ഛാ അത് മാത്രം പറയരുത്, പെണ്ണിന് പകരം പന്തിനെ സ്നേഹിച്ചവനാണ് ഞാൻ. അങ്ങനെ പറയല്ലേ, പെണ്ണ് കിട്ടാത്തോണ്ട് പന്തിന് സ്നേഹിച്ചു. അങ്ങനെ പറയണം മോനെ. നിന്റെ പോക്ക് ഈ കണക്കാണെങ്കിൽ ആ ഫുട്ബോളിനെ ഞാൻ മരുമോളെ എന്ന് വിളിക്കേണ്ടി വരും. അച്ഛാ അച്ഛന്റെ ആരോട് ചോദിച്ചാ അവിടെ ഫ്ലെക്സ് ഇട്ടത്? എന്റെ പൊന്നച്ഛാ, ഈ വേൾഡ് കപ്പ് കാലത്ത് എന്റെ ഇഷ്ട ടീമായ അർജന്റീനയുടെ 160 അടി ഫ്ലെക്സ് നമ്മുടെ പറമ്പിലല്ലാതെ ഞാൻ വേറെ അവിടെ കൊണ്ടു കെട്ടണം. പറ. ഇവന്റെ ഒരു നശിച്ച ഫുട്ബോൾ കളി. അച്ഛാ കളിയെ നശിച്ചു മാത്രം പറയരുത്. ഫുട്ബോളിൽ എന്റെ സ്കില്ല് കണ്ടിട്ട് എന്നെ മലപ്പുറത്തുനിന്ന് വേറെ വിളിച്ചായിരുന്നു. നിന്നെ മാത്രമാണോ വിളിച്ചത് അതോ എന്നെ കൂടെ ചേർത്ത് വിളിച്ചോടാ? മനസ്സിലായില്ല. അല്ല സാധാരണ സന്ധ്യക്ക് വിളിയാണല്ലോ പതിവ്, അതുകൊണ്ട് ചോദിച്ചു. അച്ഛൻ ഇത്ര എന്നെ കുറ്റം പറയുമ്പോൾ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, അച്ഛൻ ഫുട്ബോൾ കളി കണ്ടിട്ടില്ല. എന്റെ പൊന്നു മോനെ, പണ്ട് ഈ ഫുട്ബോൾ കളി കാണാനൊന്നും അച്ഛന്റെ വീട്ടിൽ TV ഇല്ലായിരുന്നു. എങ്ങാനും കളി കാണണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ആന്റിനെ പിടിക്കണം. ആന്റിനെ പിടിക്കണമെന്നല്ല, ആന്റിനെ പിടിച്ച് തിരിക്കണോ? എന്നാ കളി കാണാൻ പറ്റുള്ളൂ. ആരും കൂടി ഇല്ലാണ്ടായി. ശരി, കളി കണ്ടിട്ടില്ല സമ്മതിച്ചു. പക്ഷെ ഫുട്ബോൾ കളിച്ചിട്ടില്ലല്ലോ. ആരാടാ പറഞ്ഞ കളിച്ചിട്ടില്ലെന്ന്? 1987 തോന്നുന്നു മലപ്പുറത്ത് തന്നെ ഒരു ടീം കളിക്കാൻ വിളിച്ചു. ഞാൻ ജേഴ്സിയും ബൂട്ടും വേണം ഞാൻ ഗ്രൗണ്ടിലേക്ക് അങ്ങ് ഇറങ്ങിടാ. എന്നെ കണ്ട് എതിർ ടീം പേടിച്ച് ഓടി. അത്രയും വലിയ അറ്റാക്കിംഗ് കൊലക്കൊമ്പനായിരുന്നു അച്ഛൻ. അതുകൊണ്ടല്ല, ഞാൻ ജേഴ്സി ഇട്ട് ബൂട്ട് ഇട്ട് ഇതിന്റെ ഇടയുള്ള നിക്കറിടാൻ മറന്നു. നീ അച്ഛനെ കളിയാക്കാതെ മര്യാദയ്ക്ക് ഫ്ലക്സ് അയച്ച് മാറ്റിക്കണം. അച്ഛാ എന്റെ ടീമായ അർജന്റീനയുടെ ഫ്ലക്സ് ഞാൻ അഴിക്കാം സമ്മതിച്ച്. പക്ഷെ അപ്പുറത്തുള്ള പോർച്ചുഗലിന്റെ ഫ്ലക്സ് കിട്ടിയതാരാ? നിങ്ങളുടെ മൂത്ത മോൻ. അവൻ വരട്ടെ, അവനോട് അഴിക്കാൻ പറ. എന്റെ ഫ്ലക്സിലാന്നോടെ എന്റെ പേട്ട തല അടിച്ചാൻ പൊട്ടിക്കും. നിങ്ങളുടെ മൂത്ത പുത്രൻ. കാലമൊന്നു കാലാ തട്ടിവിട്ട കേളി പൊന്തി വന്നു ജാലം മേലെ വന്ന് വീഴുന്നു. അച്ഛാ മൂത്ത പുത്രനെത്തി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫുട്ബോളുമായിട്ട് ഇങ്ങോട്ട് വന്നേക്കല്ലെന്ന്. അച്ഛാ ഇത് വെറും ഫുട്ബോൾ അല്ല, എന്റെ ജീവശ്വാസമാണ്. അപ്പൊ ഇന്നും നീ കളി തോപ്പിച്ചു, അമ്മാര് നിന്നെ ഊതി കാറ്റടിപ്പിച്ചല്ല. കളിയാക്കിയതാണ്. നിങ്ങളുടെ ഈ കളിയാക്കലും പരിഹാസത്തിന്റെ ഒക്കെ മറുപടി എന്റെ ഈ ബോൾ തരുമോ? എന്നാ പിടിച്ചോ. താടാ മറുപടി താടാ. ഇമാര് പണിക്ക് പോവോ? ആ പലർക്കടല്ലേ പറ്റ ആര് കൊടുക്കും? മറുപടി താടാ. മറുപടി ഫുട്ബോൾ തരുന്ന പറഞ്ഞാലേ ഞാൻ കളിച്ച് ജയിച്ച് മറുപടി തരും എന്നാ പറഞ്ഞത്. എന്റെ പൊന്നു മോനെ, നീ കളിക്കാൻ ഇറങ്ങുന്നതിലേ ഒരേ ഒരു ദിവസം ഉള്ളു അച്ഛൻ അഭിമാനം. ആണോ അച്ഛാ? ഏതാ ദിവസം? നീ കളിക്കാൻ ഇറങ്ങാത്ത ആ ദിവസം. പറയല്ലേ അച്ഛാ, ചേട്ടന്റെ കാര്യം വിട്, എന്റെ കാര്യത്തേക്ക് വരാം. എന്റെ ഫുട്ബോൾ ഭാവിയെ പറ്റി അച്ഛൻ എന്താ പറയാനുള്ളത്? എനിക്ക് പറയില്ല, കാണിച്ചു തരാനുള്ളത്. നീ 12 അടിച്ചാണ്. നീ ഇപ്പൊ പിന്മാറി പോലെ ഫുട്ബോളിൽ നിന്ന് പിന്മാറിയാ നിന്റെ ഭാവി രക്ഷപ്പെടും. ഉള്ള കാര്യം അച്ഛൻ വന്നേ ഞാൻ പറയട്ടെ. ഉള്ള പറഞ്ഞാലേ യവനും കളിക്ക് അറിഞ്ഞൂടാ, യവന്റെ ടീമായ അർജന്റീനയ്ക്ക് കളിക്ക് അറിഞ്ഞൂടാ. അമ്പട പുളുസോ, നിന്റെ ടീമിലെ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലാണ്ട് വേറെ ആരാണ് കളിക്കുക? ആര് കളിക്കുന്നു? പോർച്ചുഗലിന്റെ മിഡ്ഫീൽഡ് ഭരിക്കുന്ന ബെർണാർഡോ സിൽവ അറിയാമോടാ? എനിക്കറിയത്തില്ല. അറിയാത്ത പിള്ള ചൊറിയും പറയും.
പൊന്നച്ചൊന്ന് ചുമ്മാ ഇരുന്നേ. എടാ പൊന്നു മോനെ, എന്റെ മെസ്സിക്ക് കളിക്കറിയാണ്ടാണോടാ പുള്ളിക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടിയത്. ഗോൾഡൻ ബൂട്ട് എന്റെ റൊണാൾഡോ കിട്ടിയിട്ടുണ്ടാ? എന്റെ റൊണാൾഡോയ്ക്ക് ഉണ്ട് ഗോൾഡൻ ബൂട്ട്. മക്കളെ, ഈ അച്ഛന്റെ വള്ളിച്ചെരുപ്പ് ഇന്നലെ ഒന്ന് പൊട്ടിയായിരുന്നു. മക്കളത് അറിഞ്ഞായിരുന്നോ? അതിനോട് വലിയ പ്രസക്തി എടാ എന്റെ പൊന്നിങ്ങനെ മുമ്പോട്ട് ഞാൻ പറഞ്ഞതാ. എന്റെ റൊണാൾഡോ കഴിഞ്ഞ വർഷം 1000 കോടി രൂപ വീട് വെച്ചാ. എന്റെ മെസ്സിക്ക് ഉണ്ടാ 1500 കോടിയുടെ ബക്സ്. നാളെ നമ്മുടെ വീട് ജപ്തി ആവൂടാ. അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവോടാ? ഈ ആനക്കാരും പറഞ്ഞെടുത്തോളോ അച്ഛൻ്റെ ഒരു ചേനക്കാര്യം. എന്റെ അച്ഛ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാനും മെസ്സിയും കളിക്കരത്തിൽ ഒരുപോലെയാണെന്ന് പറയാറ്. ഞാൻ 11 പേരെ വെട്ടിച്ച് ഗോളടിച്ചു. എന്നാ ഞാനും അടിക്കും. എന്റെ കണ്ണു വെട്ടിച്ച് അവൻ ചോറടിക്കും. എന്നെ കളിയാക്കിയാണല്ലേ, രണ്ടോണം എന്നെ കളിയാക്കിയാണല്ലേ. എന്നാ കേട്ടോ, ഞാനും എന്റെ CR7 പോലെയാണ്. കഴിഞ്ഞ ടൂർണമെന്റിലായിരുന്നോ? ആ ടൂർണമെന്റിൽ ഞാൻ സിസർക്കട്ട് അടിച്ചായിരുന്നേ. ഇതുപോലെ സിസർക്കട്ട് ഈ നാട്ടിൽ വേറെ ആരടിക്കും? മഹാസമുദ്രത്തിലെ എന്റെ ഇസഹാക്കടിക്കും. അതാരാ? കണ്ടോ കണ്ടോ കടല് കണ്ടിട്ടെത്ര നാളായി. ഏലോ ഏലോ ഏലേലോ. എന്റെ പൊന്നച്ഛൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ കുറെ നാളെ അച്ഛനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട്. അച്ഛനെ എന്റെ പുതിയൊരു സ്കില്ല് കണ്ടിട്ടുണ്ടാ? എന്റെ അച്ഛൻ കണ്ടിട്ടില്ല? കണ്ടിട്ടില്ലേന്ന് പണ്ട് പാളെ കിടത്തി കുളിപ്പിക്കുമ്പോ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് നിന്റെ നട്ട്മാക്ക്. അതല്ല ഈ പന്ത് കാലിലടക്കം നാടിയിട്ട് പറ്റിക്കൂലേ, അതങ്ങനെ ചോദിച്ചേ. ഞാൻ കണ്ടൊന്നുമില്ല. എന്റെ പൊന്നച്ഛ, ഇതൊക്കെയാണ് സ്കില്ല്. അച്ഛൻ എന്റെ സ്കില്ല് കാണണം. 100-100 വരുന്ന പന്തിന് ഞാൻ ഫസ്റ്റ് ടച്ച് ചെയ്ത് കൺട്രോൾ ചെയ്യും. അച്ഛന് ടച്ച് എന്താണെന്ന് മനസ്സിലായ? ടച്ച് എനിക്ക് ഞാൻ എത്ര ടച്ച് കണ്ടോണെന്ന് അറിയാവോ? അച്ഛാ സോറി, ഞാനത് This is bad touch. This is good touch. These are my private parts. Private parts. Don't touch. എന്റെ പൊന്നച്ഛ, നിങ്ങളൊന്ന് സീരിയസ് ആവ്. ഞാൻ ഒരു കാര്യം ചോദിക്കാം. അച്ഛൻ സത്യസന്ധമായി മറുപടി പറയണം. നമ്മൾ 2 പേരിൽ ആരാണ് ഏറ്റവും നല്ല കളിക്കാരൻ? പറയാം. എന്താ കാണിക്കണേ? ഇത്ര മുട്ടുമ്പോൾ ഞാൻ കൊഞ്ഞണം കുത്തി കാണിക്കാം. അയ്യോ, ഇതിനൊക്കെ ഞാൻ എന്ത് പറയണം? അച്ഛൻ ഈ പിള്ളകളി അവസാനിപ്പിക്ക്. എടാ, എന്റെ പിള്ളകളിയല്ല, നിന്റെയൊക്കെ ഫുട്ബോൾ കളി അവസാനിപ്പിക്കടാ. എന്റെ പൊന്നു മക്കളെ, ഈ അച്ഛന് സ്നേഹം കൊണ്ടൊരു കാര്യം പറഞ്ഞുതരാം. എടാ, നിങ്ങൾ ലൈഫിനെ ഇച്ചിരി കൂടെ സീരിയസ് ആയിട്ട് കാണണം. മക്കളെ, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അല്ല, പേപ്പറിലും വരയ്ക്കാം. ഇവരുത് ഇപ്പൊ മൊബൈലും വരയ്ക്കാത്ത. ചേട്ടന്റെ മൂക്കിന്ന് രക്തം വരുന്നു. അനിയ, നിന്റെ വായിന്ന് വരുന്നുണ്ട് രക്തം. ഇതാണ് രക്തത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നത്. എന്റെ മക്കൾക്ക് മനസ്സിലായി. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, എന്നിപ്പോ ഞങ്ങളാണ് തല്ലിയത്? നിന്റെയൊക്കെ ഗുണം കൊണ്ടാ തല്ലിയത്. എടാ, നിന്നെ കാണുമ്പോ എനിക്ക് പണ്ട് ആരോ പറഞ്ഞ ഓർമ്മ വരും. മക്കളെ കണ്ടും മാമ്പു കൊണ്ടും കൊതിക്കരുതെന്ന്. അത് കറക്റ്റ് കാര്യം വെച്ചാ. ആ മാവ് വെട്ടിവിറ്റാ ഞാൻ ഈ ഫ്ലെക്സർ വെച്ചത്. വേണം. ഞങ്ങളുടെ അച്ഛൻ എന്താ വേണ്ടേ? എനിക്ക് ഇത് തന്നെ വേണം. എടാ, എന്തുവാണ് നീ കാണിക്കുന്നത്? എന്റെ പൊന്നു മക്കളെ, ഈ അച്ഛൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. ഈ അച്ഛന് വയസ്സും പ്രായമായി കേട്ടോ. എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ ആ സ്വത്തിന്റെ ബാധ്യതകളെല്ലാം അത് എന്റെ തലയിലോട്ട് വെച്ചോ. ഇനി ഞാൻ മരിച്ചു കഴിയുമ്പോ ആ സ്വത്തിന്റെ ബാധ്യതകളെല്ലാം ഞാൻ നിന്റെ തലയിൽ വെക്കും. എന്നാ ഞാനത് ഹെഡ് ചെയ്ത് എന്റെ അനിന് കൊടുക്കും. ബാധ്യത മൊത്തം അവന്റെ തലയിലായ. ഊർത്തടിക്കല് കേട്ടടാ. അല്ല, അച്ഛൻ ഈ പന്ത് പിടിച്ചെങ്കിൽ അച്ഛൻ ഡോങ്കി. ഞാൻ ഡോങ്കി ആയില്ലേ. ഇപ്പൊ ബാധ്യതക്ക് തിരിച്ച് അച്ഛന്റെ തലയിൽ മോനെ, കയ്യിൽ വന്നോട്ടെ, പന്ത് പിടിച്ചു. അയ്യോ, എനിക്ക് തല കറങ്ങുന്നേ. ഈ പന്താരെങ്കിലും പിടിക്കണേ. അന്തേ മോനൂടെ നൈസായിട്ട് എന്റെ മണ്ടക്കിങ് വെച്ച് ചെന്ന് ആരമില്ല. എനിക്കും മടിയുണ്ട്. അകലണ്ണ ഒരു കളിക്കാൻ പോണ്ടണ്ണ. ഇത് വെച്ചേരെ. നിനക്കൊക്കെ നാണുണ്ടോടാ? മക്കളെ, ഈ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നടാ വലിയ ഫുട്ബോൾ കളിക്കാരനാണോ എന്ന്. പക്ഷെ അച്ഛന്റെ സാഹചര്യം കൊണ്ടൊന്നും സാധിച്ചില്ലടാ. അച്ഛൻ പിന്നെ എന്താ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തത്? എടാ, കഴിവുള്ളവരെ വേണ്ട സപ്പോർട്ട് ചെയ്യാൻ. നിനക്ക് കഴിവില്ലല്ലോ, കഴിവുള്ളവർ കയറി വരട്ടാ. നിങ്ങളെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നറിയോ, എനിക്ക് 2 പെമ്മക്കള് മതിയായിരുന്ന. പക്ഷെ അവര് ഞങ്ങളെ പോലെ ഫുട്ബോൾ കളിക്കില്ലല്ലോ. ആര് പറഞ്ഞ് കളിക്കത്തില്ലെന്ന്? ഡാടാ, നീ ആ ഇരിക്കുന്ന CV സീനേനെ, തമീന ഫാത്തിമേനെ നോക്കടാ. ഇന്ത്യൻ ഫുട്ബോളിന്റെ പെൺ പുലികളാണ്. അപ്പൊ ബാക്കിയിരിക്കണോരോ? അവർ ഇന്ത്യൻ ഫുട്ബോളിന്റെ കിടിലങ്ങള്. അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞില്ലേ, എന്നാ പറയാ അച്ഛൻ ഇപ്രാവശ്യം വേൾഡ് കപ്പിലെ ഏത് ടീമിനാ ഇഷ്ടം? എടാ, നന്നായിട്ട് കളിക്കുന്ന ടീം അല്ല അച്ഛൻ ഇഷ്ടമാണ്. പക്ഷെ ഈ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോടാ, നമ്മുടെ ഇന്ത്യൻ ടീമും
വേൾഡ് ഫുട്ബോളിൽ കയറണം. അത് അച്ഛന്റെ മാത്രം ആഗ്രഹമല്ല, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് ഇന്ത്യ ഒരു ദിവസം ഈ ഫുട്ബോൾ ബാറ്റ് കളിക്കണമെന്ന്. നമ്മൾ കളിച്ചിരിക്കും ഇല്ലേ? അപ്പോ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ ഒരു പോയം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് പഠിപ്പിച്ചു തരുമോ? റിക്വസ്റ്റ് പ്ലീസ്. These are my private parts. Don't touch. എല്ലാ സ്കിറ്റിലും കാണേ ഒരു സുബീഷ് എഫക്ട്. എല്ലാ സ്കിറ്റിലും ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടാവും. ഇതില് സുബീഷ് എഫക്ട് അല്ല, ഒരു കലാകാരൻ നടനാവണം എപ്പോഴാണെന്നറിയാമോ? അവൻ ആ കഥാപാത്രമായി ജീവിക്കുമ്പോഴാണ് കരണം മുളക്ക് വരേണ്ട ദയവല്. ശബ്ദം കേട്ടു അടി വീണതിന്റെ ഒരു സൗണ്ട്. എന്നിട്ട് ഇവരതൊന്ന് നിനക്ക് രണ്ടാമത്തെ തൊട്ടല്ലോ സുബീഷ് ആടി രണ്ടാമത്തെ തൊട്ട് മുന്നേക്ക് കിട്ടിയിട്ടില്ലേ? അപ്പൊ നിനക്ക് ഇനിയും കിട്ടേണ്ടിയിരിക്കും. ഒരിക്കൽ കൊടുത്തിട്ട് അവ പഠിച്ചില്ല, അപ്പൊ വീണ്ടും കൊടുത്തു. അല്ല ഒരു കാര്യം മീൻസ് ആ സൗണ്ട് നമ്മൾ കേട്ട് റിയൽ ആണ്. നമ്മള് കുറച്ച് ഇപ്പൊ KPSC ആൻറ്റീൻ്റെ കൂടെ വർക്ക് ചെയ്താൽ ഞാൻ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് ആൻറ്റീൻ്റെ കൂടെ. എനിക്ക് എല്ലാ സിനിമയിലും ഒരു അടി കിട്ടിയിട്ടുണ്ട്. ആൻറ്റിക്ക് ആ കൺട്രോൾ ഇല്ല. രതി നിർവ്വയത്തിലെല്ലാം എനിക്കൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഒറ്റ അടിപ്പി ഞാൻ മറന്നുപോയി. രതി ചേച്ചിയാണ്, ശ്വേത ചേച്ചിയാണ്, ഏത് ചേച്ചി നല്ല അടി കിട്ടും. പക്ഷെ ഇപ്പൊ നിങ്ങൾ 3 പേരും നന്നായി ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ആക്ടേഴ്സ് ആയിട്ടുണ്ട്. 3 പേരും ആദ്യം തൊട്ടിട്ട് നിങ്ങളെ പറ്റി ഒന്നും പറയാനില്ല. പക്ഷെ ടുഡേ ഐ ഫീൽ 3 പേരും ഒരേ ലെവലിലെത്തി. സൂപ്പർ. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിന്റെ ഈ ബാധ്യത ഞാൻ എനിക്കിപ്പൊ തന്നെ ഒരു വീടിന്റെ ബാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ ഇതും വെച്ചോണ്ട് ഇവിടെ ഇരുന്നപ്പോ ഞാൻ അഖിൽ കവലൂരാന്ന് പറഞ്ഞ് എത്ര പേരുടെ അടുത്ത് വന്നു. അതുകൊണ്ട് ശരി, ഇനി നമുക്ക് ബാറ്ററി നോക്കിയാലോ? നോക്കൂ. പണമൊഴുകണ കളി പറന്നിറങ്ങണ ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കലനിറയെ പണമൊഴുകണ കളി പറന്നിറങ്ങണ ചിരി ചിരി ഇവന്മാർക്ക് 50 കിട്ടുമെന്ന് അറിഞ്ഞിരുന്ന ആ ബാധ്യത ഞാൻ തന്നെ വെച്ചിരുന്നേ. സുബീഷിന്റെ അടിയിലാണ് ഐശ്വര്യം എന്ന് എനിക്ക് തോന്നണേ. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി 50,000 rupees കൊടുത്തു. ഒരെണ്ണം കിട്ടിയത് ശരിക്കും തെക്കേക്കര വടക്കേക്കര ആയിട്ട് 2 ടീമായിട്ടുണ്ടെങ്കിലും ഇവിടെ ഞങ്ങൾ ഇപ്പൊ സീനിയേഴ്സ് വേഴ്സസ് ജൂനിയേഴ്സ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇനിയെങ്കിലും സമ്മതിച്ചല്ല നിങ്ങൾക്ക് 3 എണ്ണത്തിന് പ്രായമായെന്ന്. നമുക്കല്ല, അതാണ് പറയാൻ വന്നത്. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അവിടെയാണ് സീനിയേഴ്സ്, ഇവിടെ നമ്മളല്ലേ ജൂനിയേഴ്സ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സാറൊക്കെ എന്നാ വൈബിലായിരിക്കുന്നേന്ന്. ഒരു മിനിറ്റ്, ഏത് മൂടുന്നല്ലേ ചോദിച്ചോളൂ. ഇപ്പൊ കേട്ടോ സാറുമാരെ, നമ്മൾ റെഡിയാണോ? ആവേശം ഉണ്ടോ? കണ്ടോ എക്സ്പ്രഷൻ കണ്ടോ? ഞങ്ങൾ അങ്ങനെ എക്സ്പ്രഷൻ മതിയാക്കി അത്രയൊക്കെ കിട്ടുള്ളൂ. ചീവിടിന്റെ ശബ്ദമാണോ എഡിറ്റില്? ചീവിടിന്റെ ശബ്ദം വിളിച്ചിട്ടിരിക്കുമ്പോ അക്കി സൂക്ഷിക്കണം. എന്തെങ്കിലുമൊക്കെ കൗണ്ടർ പറയുമ്പോഴോ ചളി പറയുമ്പോഴോ അവിടെ സിസ്റ്റർ പോലെ പിന്നെ നിന്റെ തലയായിരിക്കും ഇങ്ങനെ പോകുന്ന ഫുട്ബോളല്ലേ. അപ്പൊ വീണ്ടും നമുക്ക് ചിരിപ്പിക്കാനായിട്ട് നമ്മുടെ ടീം വരാൻ പോവുകയാണ്. ഇത്തവണ ഗേൾസ് ഗാങ് ആണ്. ഗേൾസ് ഗാങ്ങിനെ ഇറക്കാൻ പോകുന്നത്. നമ്മളെപ്പോഴും ഇവിടെ ചിരിയാണല്ലോ, എന്നും ചിരിയും ബഹളമൊക്കെയാണ്. പക്ഷെ നമ്മൾ അറിയാതെ ഇവിടെ വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായിട്ട് ചിലര് താമസിക്കുന്നുണ്ട്. നമ്മുടെ മൈക്കും ക്യാമറയും പകുതിയും എഡിറ്റഡ് വേർഷനാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. മൈക്കാണെങ്കിൽ പകുതിയും ഈശ്വര ശ്വേത ചേച്ചിയൊക്കെ പറയണം ഞാൻ എങ്ങനെ ജനത്തോട് പറഞ്ഞാണ് മൈക്ക് ഇരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഇന്ന് നമ്മളെടുത്ത് വന്ന് എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്. അടിപൊളി. അതുകൊണ്ട് വ്യത്യസ്തതയാർന്ന കാര്യങ്ങൾ മാത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന നമ്മുടെ തെക്കേക്കരയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്കിറ്റുമായി വരുന്നു നമ്മുടെ സ്വന്തം അഞ്ജന ആൻഡ് ബാലാമണി. ഈ കാഴ്ചകളോടൊപ്പം തന്നെ ബാറ്ററിയും കൂടെ ഒന്ന് ചാർജ് കയറാനുണ്ടെങ്കിൽ എപ്പോ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇതിങ്ങനെ ചൂടായിരിക്കുക. സെറ്റ് എന്നാ ദാ വരുന്നു ഞങ്ങളുടെ മൈക്കും ക്യാമറയും.
ക്യാമറ റെഡി, ഒന്ന് സൂം ചെയ്യണേ. റോൾ ആൻഡ് ആക്ഷൻ. ഇതൊക്കെ എത്ര സൂം ചെയ്താലും കോമഡി മാസ്റ്റേഴ്സിലെ ഇവരുടെ ഈ എക്സ്പ്രഷൻ ഒക്കെ കിട്ടും. പാവം ഒരു ക്യാമറയാന്ന് പറഞ്ഞ് ഞാൻ എന്തൊക്കെ കോനാ ബീച്ചുകൾ കാണണം. ആ പാവം ഡയറക്ടർ സാറ് ഈ പരിപാടി ഒന്ന് കളറാക്കാൻ നോക്കുമ്പോ അത് കൊളവാക്കാനായിട്ട് കുറെ എണ്ണങ്ങളുണ്ട്. എന്റെ പൊന്ന് ജിബമ്മാവ, നിങ്ങളൊന്ന് താഴോട്ടിറങ്ങും. എന്റെ വിഷമം നിങ്ങളെങ്കിലും ഒന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ആ തലയെങ്കിലും ഒന്ന് ആട്ടടേ. ഹലോ, ചെക്ക് ചെക്ക് ചെക്ക്. ഇവിടെ കിടന്ന് പണിയെടുത്ത് എന്റെ ബാറ്ററിയുടെ ചാർജ് തീരത്തേ ഉള്ളൂ. നല്ല രീതിയിൽ ആ ക്രിക്കറ്റില് കമന്ററി പറഞ്ഞ് ജീവിച്ചോണ്ടിരുന്ന ഞാനാ. അപ്പൊ കുന്തളിപ്പ് ഇപ്പൊ ഇവിടെ വന്ന് ഇവരൊക്കെ പറയുന്ന ചെളി മറ്റുള്ളവരോട് പറഞ്ഞ് ജീവിക്കുന്നു. അതെ അതെ, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാന് ഇത് സ്കിറ്റാ, സ്റ്റാൻഡപ്പ് അല്ല. ഞാൻ സ്റ്റാൻഡപ്പ് പറഞ്ഞതല്ല, എന്റെ സങ്കടം പറഞ്ഞതാ. നിനക്ക് എന്തോ ഇത്ര സങ്കടം? എന്തുവാന്നോ, അടുത്തത് കേറാൻ പോകുന്നതേ ആ ലാൽബാബുവിന്റെ സ്കിറ്റാ. ഓർക്കുമ്പോ തന്നെ എന്റെ യൂണിറ്റ് കിടുകിടാ വിറയ്ക്കുന്നു. പുള്ളിയുടെ സ്കിറ്റ് നല്ല സൂപ്പർ സ്കിറ്റ് അല്ലേ? സ്കിറ്റൊക്കെ സൂപ്പർ തന്നെ, പക്ഷെ സ്കിറ്റ് വട്ടം പൊട്ടുവെന്നാവുമ്പോഴേ അത് പിടിച്ചു കയറ്റാൻ വേണ്ടി പുള്ളി ഫ്ലോറിൽ കിടന്നൊരു ഓട്ടം ഉണ്ട്. കഴിഞ്ഞ തവണ കൂടെ ഓടിയിട്ട് 1/2 മണിക്കൂറായി എന്റെ ബാറ്ററിയുടെ ചാർജ് തീർന്ന് ഞാൻ കിടന്നത്. പിന്നെ ആ കോസ്റ്റ്യൂമിലെ റാണച്ചേട്ടനുള്ളതുകൊണ്ട് ലാൽബാബുവിന്റെ മാനം പോവാതെ രക്ഷപ്പെടുന്നു. ഒന്ന് പേടിക്കാതിരിക്കെ, ഇന്ന് പുള്ളി കളിക്കാൻ വന്ന നല്ല ഉഗ്രൻ സ്കിറ്റാ. എന്നെ സ്ക്രിപ്റ്റ് പറഞ്ഞു കേൾപ്പിച്ചല്ലേ? പിന്നെ വെറും ഒരു ക്യാമറയായ നിന്നോട് കഥ പറഞ്ഞു കേൾപ്പിച്ചെന്ന്. ലാൽ ബാബുവിന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. കൊച്ചിയിൽ പറന്നു നടക്കണ കൊതുകിനെ വരെ പുള്ളി പിടിച്ചിരുത്തി സ്ക്രിപ്റ്റ് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോഴാ എനിക്ക് തോന്നുന്നത് വല്ല രാഷ്ട്രീയ പാർട്ടിക്കാരൻ കയ്യിലും മൈക്കായാ മതിയായിരുന്നു. അതാകുമ്പോ എനിക്ക് 5 വർഷത്തിൽ ഒരിക്കൽ പണിയെടുത്താ മതിയല്ലോ. എനിക്കെന്തായാലും അങ്ങനത്തെ കൊതിയൊന്നുമില്ല. ഇതാകുമ്പോ ഷെഡ്യൂൾ ബ്രേക്കെങ്കിലും കിട്ടുവേ. അത് മാത്രല്ല, കുറച്ചാൾ മുന്നേ മറ്റേ യൂട്യൂബ് ചാനലിൽ കാക്കക്കുയിലിന്റെ കൂടെ ആയിരുന്നു ഞാൻ. ആവശ്യമില്ലാത്ത ആംഗിളിൽ എടുത്തെടുത്ത് ഞാനങ്ങ് വല്ലാണ്ടായി. അങ്ങനെയാണെങ്കിൽ നിനക്ക് വല്ല നിയമസഭയിലും പണി കിട്ടുമല്ലേ? ആ, ചെന്ന് കേറിക്കൊടു. എന്റെ കുഞ്ഞമ്മ ഒരു പ്രാവശ്യം അവിടെ പോയതാ. കുഞ്ഞമ്മ ആരാണ്ടോ തുണി പൊക്കി കാണിച്ചെന്ന് പറഞ്ഞ അന്നോട്ട് അവര് കോമായില്ല. എന്റെ കാരണവന്മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. പണ്ട് ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ എന്റെ ആംപ്ലിഫയർ അമ്മാവനും വയറമ്മായും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനും എന്റെ യൂണിറ്റ് ചേട്ടനും മാത്രം. ആ ശ്രീവിദ്യയുടെ എലീനയുടെ മേക്കപ്പ് നോക്കടി, എന്തൊരു മേക്കപ്പ്! എന്റെ കണ്ണൊക്കെ അടിച്ചു പോണു. മേക്കപ്പ് മാത്രോ? 5 മിനിറ്റ് നീ ഒന്ന് ഓഫ് ആവണം. താനീ തൊഴിലുറപ്പെന്ന് ഇവിടെ ഇരുന്ന് എന്തൊക്കെ നുണകളാ പറയുന്നെന്ന് അറിയാമോ? പറയണേ, അതൊന്ന് പുറത്ത് പറയാൻ കൊള്ളത്തില്ല. ചുരുക്കി പറഞ്ഞ മേക്കപ്പ് ഇട്ട് അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്ന തൊഴിലുറപ്പിലെ 2 ADS. പറഞ്ഞാ മനസ്സിലാവൂലടെ. ഏതെങ്കിലും ആർട്ടിസ്റ്റ് എന്തെങ്കിലും ചളി അടിച്ചാ നിനക്കത് വിഴുങ്ങുമെങ്കിലും ചെയ്യാം. പക്ഷെ അവന്മാർ എന്നെ നോക്കി ഒരു നോട്ട് വിടും. അപ്പൊ എന്റെ കാര്യോ? ഇവന്മാരൊക്കെ സ്കിറ്റ് കളിക്കുമ്പോ എന്തായാലും കല്ല് കടിക്കും. ആ കല്ല് മൊത്തം വന്ന് വീഴുന്നത് എന്റെ ഈ നെഞ്ചത്താ. അത്രയും കുഴപ്പമൊന്നും നിനക്കില്ലല്ലോ. അയ്യോ, ആര് പറഞ്ഞ്? നിന്നെ ഒരിടത്ത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നോണ്ട് ആർട്ടിസ്റ്റ് എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ടൊക്കെ നിനക്കും പോവാം. പക്ഷെ എനിക്ക് അങ്ങനാണോ? ഒറ്റ സ്റ്റാൻഡിൽ നിന്ന് 360 ഡിഗ്രി കിടന്ന് കറങ്ങണ്ടേ? നമ്മുടെ തമ്പിയെണ്ണം പറഞ്ഞ പോലെ, നീ വലത്തോട്ട് പോ, നീ ഇടത്തോട്ട് പോ, നീ എങ്ങോട്ടെങ്കിലും ഒക്കെ പോ. അങ്ങനെയാണെങ്കിൽ അനൂജ് സാറിന് ഈ ഫ്ലോറിൽ കുറച്ച് കസേര ഇട്ടൂടെ? അപ്പൊ ആർട്ടിസ്റ്റിനൊക്കെ ഈ ഫ്ലോറിൽ കസേരയിൽ ഇരുന്ന് സ്കിറ്റ് കളിക്കാലോ. അതെന്തായാലും നടക്കൂല. ഉദാഹരണത്തിന് ഇതുകൊണ്ട് കുട്ടിയെങ്കിലും ഒരു കസേര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ എന്തെങ്കിലും ആ കസേരയിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? അവനങ്ങ് തലകുത്തി മറിയുമല്ലേ. അതൊക്കെ പിന്നെ സഹിക്കാം. സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞ അവന്റെ ഒരു ബിന്ദു പണിക്കരുണ്ട്. വരെ തൊലി ഉരുങ്ങി പോയി. എടാ സുരേഷേ, അത് മാത്രമല്ല ശ്രീവിദ്യയുടെ ഒരു കൂക്കി വിളി. എന്റെ പൊന്നു മോളെ, ഊളം പോലും ഇങ്ങനെ കിടന്ന് കൂവത്തില്ല. അത് മാത്രോ, സ്കിറ്റിന്റെ ഇടയിൽ എലീന പണിക്കരുടെ ഒരു ചിരിയുണ്ട്. ക്യാമറ നിന്റെ കുടുംബത്തിൽ ഈ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ? അല്ല, ക്യാമറമാനെന്നല്ലേ പറയുന്നുള്ളൂ, ക്യാമറമാനിയ ഇല്ലല്ലോ. എന്നെ കൂടുതൽ അങ്ങ് പുച്ഛിക്കല്ലേ. എന്റെ റോഡ് സൈഡിൽ ഇരിക്കുന്ന അമ്മാവനെ ഡ്രൈവർമാർക്കൊക്കെ എന്നാ ബഹുമാനം ഒന്നറിയോ? പക്ഷെ എന്റെ അമ്മാവന്റെ തലക്കിട്ട് കൊട്ടിക്കൊണ്ട ആൾക്കാർ പണിയെടുപ്പിക്കുന്നേ. എങ്ങനെ കണ്ടിട്ടില്ലേ? ഹലോ ചെക്ക്, ഹലോ ചെക്ക്. അങ്ങനെ അല്ലടി, ഇന്നലെ ഷൂട്ട് നടക്കുന്ന സമയത്തെ
ആരാ ഈ ഫ്ലോറിൽ കിടന്ന് ഇത്രയും ഉറങ്ങിയത്? അതാണോ? അതാ ബാലാമണിയുടെ അഞ്ജനശ്രീയുടെ സ്കിറ്റ് കടന്നപ്പോ ഈ സെലിബ്രിറ്റീസ് എല്ലാം കൂടെ ഉച്ചയൂണും കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയതാടി. എന്നിട്ട് എന്താ, അനൂജ് സാർ തന്നെ മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു എല്ലാരും കൂടെ എണീറ്റിരുന്ന് ചിരിക്കാൻ. പാവം, ഇതുങ്ങളൊക്കെ കിടന്ന് ഉറങ്ങിയതല്ലേ ഉള്ളൂ. ചില സ്കിറ്റ് കാണുമ്പോ എനിക്കേ ഇറങ്ങി ഓടാൻ തോന്നി. പിന്നെ നീ ഓടാത്ത എന്ത്? എങ്ങനെ ഓടാനാ? ക്യാമറാമാൻ എന്ന് പറയുന്ന ഒരുത്തൻ എന്നെ അങ്ങ് വട്ടം ചുറ്റി അങ്ങ് പിടിച്ചേക്കാം. ക്യാമറേ, ഇതെന്തോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ശബ്ദം? അത് അടുത്ത സ്കിറ്റ് കേറാൻ നിൽക്കുമല്ലേ, അതിന്റെ ഗ്രൂമറിനെ നെഞ്ചിടിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈയിടെയായിട്ട് നിനക്ക് ഒരിത്തിരി ഗമയൊക്കെ കൂടിയിട്ടുണ്ട്. എന്തുവാ നിനക്ക് ഇന്നലെ വരെ ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചരിവ്? അത് അഖിൽ കവലിയൂര് മോഹൻലാലിന്റെ ഫിഗർ പിടിക്കുന്ന ഇപ്പൊ സ്ഥിരം പരിപാടിയാണ്. ഒന്നെങ്കിൽ അങ്ങേരോട് പറയണം ആ ഫിഗർ പിടിക്കുന്ന പരിപാടി നിർത്താൻ, അല്ലെങ്കിൽ എന്റെ സ്റ്റാൻഡ് ഒന്ന് ചരിച്ചു തരണം. എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഈ ഒച്ചയുടെ ബഹളത്തിന്റെ ഒക്കെ ഇടയ്ക്ക് ആകെ ആശ്വാസം ശ്വേത ചേച്ചി ഇടയ്ക്കിടയ്ക്ക് അനൂജ് സാറിനെ വിളിക്കുന്നതാ. അനൂജ് 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 അനൂജ്. പക്ഷെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? സാറിന്റെ സങ്കല്പത്തിൽ ഒരു മൈക്കാവാൻ ഇന്ന് വരെ എനിക്ക് പറ്റിയിട്ടില്ല. കൗണ്ടർ മാത്രം പറയുന്ന ഒരു മൈക്ക്. നോക്കടി, നമ്മുടെ കോസ്റ്റ്യൂമിലെ റാണയാണ് ഒരു പെട്ടി പോപ്പിൻസ് കൊണ്ടുപോണ്. എടി, അത് പോപ്പിൻസ് അല്ല, നമ്മുടെ അമ്പിളിക്കുട്ടന്റെ കോസ്റ്റ്യൂമാ. ശരിയല്ലേ? എനിക്ക് എന്തായാലും ഏറ്റവും ഇഷ്ടം അമ്പിളിക്കുട്ടന്റെ ആ തെറ്റിപ്പ. ഓ, എന്തൊരു ദുഷ്ട മനസ്സാടി നിന്റെ. ഒരാൾക്ക് തെറ്റിപ്പോകുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നത്. തെറ്റിപ്പോണെന്നല്ല, ചെവിയിരിക്കണ തെറ്റിപ്പൂ. ഓ, അതാ ഷൈൻ്റെ ശരത്തിന്റെ സ്ഥിരം നമ്പരാ, തെറ്റിക്കൽ കോമഡി. എന്നിട്ട് ഇപ്പൊ പാർട്ടിയാൻ മാറ്റിയപ്പോ എന്തായി? അവന്മാര് സ്കിറ്റ് ഫുള്ള് തെറ്റിക്കുവാന്നേ. എന്റെ ചെറുക്കനെ നിങ്ങൾ കുറ്റം പറയണ്ട. എന്റെ കൊച്ചൻ ഇവിടെ പഠിക്കാനുള്ള എന്ത് ഫെസിലിറ്റീസ് ഉണ്ട്? ഒരു ഫെസിലിറ്റീസും ഇവിടെ ഇല്ല. അതായത് നിങ്ങളുടെ സ്കൂള് പറഞ്ഞു, നീ പറടാ. നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കൊച്ച് എന്റെ കൊച്ചിനെ ഇവിടെ നിന്റെ കവളം തടി ചുമന്നിരിക്കുന്നേ. എങ്ങനെ ചുമക്കാതിരിക്കും? മേക്കപ്പിന് ആർട്ടിസ്റ്റിനെ എല്ലാം ടച്ചപ്പ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ആ സ്റ്റൈൽ എന്നെ അങ്ങ് ടച്ചപ്പ് ചെയ്ത് സ്റ്റൈൽ എന്നുള്ള പേരേ ഉള്ളൂ. പുല്ലന് കണ്ണും പിടിയൊന്നും കാണാൻ. അയ്യോ, അങ്ങനെയാണെങ്കിൽ പണിയെടുത്ത എന്റെ ബാറ്ററി പൊട്ടിയത് തന്നെ. ഓ, ഇവിടെ സൈലന്റ് പ്ലേ എന്നും പറഞ്ഞ രണ്ടമ്മമാരെയും കൂടി എടുത്ത് തലേ വെച്ചേക്കുവാ. വാ തുറന്ന ഒരു വർത്താനം പറയത്തില്ല. ഹോസ്പിറ്റലായിരുന്നു. എന്താ ചിക്കൻ ചെറുതായിട്ട് മാറിപ്പോയി. ചിക്കൻ മാറിയാലും നീ എന്തിനാ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? അതല്ല അണ്ണാ, ഗിരിദീപ് ഓഡിറ്റോറിയത്തിലായിരുന്നു ചിക്കൻ കൊടുക്കേണ്ടിയിരുന്ന. ഞാൻ കൊണ്ടുവന്ന് കൊടുത്തത് ഗുരുദീപ് ഓഡിറ്റോറിയത്തിലായിരുന്നു. അവനൊക്കെ പറയുന്ന പൊത്തോട്ട് കേൾക്കണമെങ്കിൽ ഞാൻ അവന്റെ അണ്ണാക്കിനകത്ത് കയറി. അത് നമ്മുടെ മ്യൂസിക് പ്ലേ ചെയ്യുന്ന പീറ്റർ കണ്ണനാ. അടുത്ത എപ്പിസോഡിലോട്ട് വേണ്ടുന്ന മ്യൂസിക് പുള്ളി ഇപ്പോഴേ പ്ലേ ചെയ്യും. മോസ്റ്റ് വാണ്ടഡ്. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിന് എന്തോ കൊടുക്കും? അത് പീറ്റർ കണ്ണൻ തന്നെ ഇരുന്ന് പാടുമായിരിക്കും. പീറ്റർ കണ്ണ പേര് മാത്രമേ ഉള്ള അണ്ണ, ഒരു മീറ്ററും ഇല്ല. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലെ കമലഹാസൻ പോണ്. കമലഹാസനാ? ആ, നമ്മുടെ കോർഡിനേറ്റർ അരുണേ ഒരു സ്കിറ്റ് പുള്ളി 10 റോൾ ചെയ്യും, 10 അവൻ തെറ്റിക്കുകയും ചെയ്യും. പക്ഷെ എന്ത് പറഞ്ഞാലും എന്ത് പാടി, നേരത്തെ ആ ശ്വേത ചേച്ചിയുടെ അടുത്ത് എനിക്ക് ഇച്ചിരി സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ മണി കൊണ്ടുവച്ചുള്ള അടി കാരണം അവിടെ പോലും എനിക്ക് സമാധാനം ഇല്ല. എന്ത് പാടി പെട്ടെന്നൊരു തീ വന്നിട്ട് പോയത്? അത് ഇന്നലത്തെ ആ പാട്ടി പോണ്ട തീയാ. അവന്മാരത്ത് കത്തിക്കുന്നത്. അവന്മാർക്ക് ഇപ്പോഴായിരിക്കും മണ്ണെണ്ണ കിട്ടിയത്. അല്ലടി, ഈ ഫ്ലോറിന് എന്തൊക്കെയൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. വലത്ത് നിൽക്കാൻ പറഞ്ഞ ഇടത്ത് നിൽക്കുന്നു, ഇടത്ത് നിൽക്കാൻ പറഞ്ഞ വലത്ത് നിൽക്കുന്നു. അത് ഫ്ലോറിന്റെ കുഴപ്പമല്ല, നമ്മുടെ DOP തമിഴനല്ലേ, പുള്ളി പറയുന്ന ആൾക്കെങ്കിലും മനസ്സിലാവണ്ടേ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മുതലാളി നന്നായിട്ട് പണിയെടുക്കും. പുള്ളിയുടെ പേര് ഹരി എന്നല്ലേ, പുള്ളിക്ക് അരി മേടിക്കണ്ടേ. ഇവിടെ ഓസ്കാർ അവാർഡ് കൊടുക്കണ്ട ഇതിന്റെ എഡിറ്ററിനാ. ശ്രീവിദ്യയുടെ ചളിയൊക്കെ കേട്ടിട്ട് പുള്ളി ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ടല്ലോ.
പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ എല്ലാ ലക്ഷ്യം പ്രേക്ഷകർക്ക് നല്ല ചിരി കൊടുക്കാന്നുള്ളതാണല്ലോ. അതെ, അപ്പൊ കോമഡി മാസ്റ്റേഴ്സിലെ എല്ലാ ടീമുകൾക്കും ഇനി അടിപൊളി സ്കിറ്റുകൾ ചെയ്യാൻ പറ്റട്ടെ. HD മികവോടുകൂടി ഞാനത് ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ ഓഡിയോ എല്ലാം നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്ത് ഞാനും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പൊ കോമഡി മാസ്റ്റേഴ്സ് കളറാക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. സൂപ്പർ. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒപ്പി പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഇവിടെ വലിയ എന്തോ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ബാക്ക് സ്റ്റോറി ഇങ്ങനെയാണെന്ന് നിനക്ക് അങ്ങനെ വിചാരം ഉണ്ടായിരുന്നോ? എനിക്ക് പിന്നെ പക്ഷേ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചോട്ടെ, അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോ നിങ്ങൾ മൈക്കിലെ ചേട്ടന്മാരോട് ചോദിച്ചിരുന്നാ? അനൂജ് സാറാണ് കണ്ടന്റ് തന്നതും കുറെ ഈ പണി നമ്മളെല്ലാവർക്കും തന്ന അനൂജ് സാറാണ്. ശരിക്കും പറഞ്ഞാ സാറ് തന്നൊരു കോൺഫിഡൻസിലാണ് ശരിക്കും ഫ്ലോറിൽ നിൽക്കുന്നത്. ഭയങ്കര നന്ദിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ സ്ക്രിപ്റ്റ് അനൂജ് ബ്രോ ആണെന്ന് തോന്നുന്നു. ആദ്യമേ പറഞ്ഞു ആ പാവപ്പെട്ട സംവിധായകൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഇവിടെ കുറെ നശിപ്പിക്കുന്നു. വേറെ പെട്ട അഞ്ജനെ കണ്ടിട്ട് ആരെപ്പോലെ ഇരിക്കണം അറിയാമോ? ഫറവോ രാജാവിന്റെ പഠനക്കണക്കിരിക്കുന്നത്. എന്നാ ബാലാവളി കരകാട്ടത്തിന് വന്ന കണക്കിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ സംഭവം എന്താണെന്നറിയാമോ? ആ എഡിറ്ററിന്റെ അവസ്ഥ. ആ ഒരു മനുഷ്യന് സഹിക്കുന്ന അമരയ്ക്ക് അരിയുന്ന പോലെ ഇരുന്ന് അരിയുന്ന നമ്മളെ എപ്പിസോഡ് എന്റെ അടുത്ത ജോത്സ്യം പറഞ്ഞ് ഏതോ ഒരാളുടെ പ്രാക്ക് എനിക്കുണ്ടെന്ന്. ഇത്രയും മുടിയായിട്ടാണ് പുള്ളി ഇവിടെ വന്നത്. ഇങ്ങനത്തെ മുടിയായിരുന്നു. ഇത് കണ്ട് പറിച്ച് കളഞ്ഞേ പുള്ളി കഷണ്ടിയായി. ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ബാറ്ററി നോക്കാം. ₹25,000 ആണ് നേടിയിരിക്കുന്നത്. ക്യാമറയും നമ്മുടെ മൈക്കും. കൺഗ്രാറ്റുലേഷൻസ്. ശരി ചേച്ചി. യെസ്. ശരിക്കും നമ്മള് എന്താ പറയുന്നത്, ഫീൽഡിൽ ഇരുന്ന് ഫുട്ബോൾ കാണുന്ന പോലെയായിരുന്നു അല്ലേ? ഹിറ്റ് ആണെങ്കിലും നമ്മുടെ സംസാരമാണെങ്കിലും ഇപ്പൊ കുറച്ചും കൂടി ഒരു വാശിയും വീറും ഒക്കെ വന്നു തുടങ്ങി. ഇതൊരു മാച്ച് ആണെങ്കിൽ നമ്മളെല്ലാവരും പ്ലേയേഴ്സ് ആണെങ്കിൽ നമ്മളുടെ റെഫറി എന്ന് പറയുന്നത് ചേച്ചിയാണ് അല്ലേ? പക്ഷെ നമുക്ക് ഇവിടെ ഒരു റെഫറി ഉണ്ട്, ജോസ് ലോറൻസ് സാറ്. സാറ് അത് മാത്രമല്ല വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഡിസ്ട്രിക്ട് ഫുട്ബോൾ ഫെഡറേഷൻ്റെ അല്ലേ? സാറേ, ഫിഫ ഏതെങ്കിലും പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഫുട്ബോളിലേക്ക് ഈ തവണത്തെ വേൾഡ് കപ്പ് തുടങ്ങിയതിന് ശേഷം? ഇപ്പോൾ സാധാരണഗതിയിൽ ഗോൾ കീപ്പർക്ക് 5 സെക്കൻഡിൽ കൂടുതൽ പന്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല. 5 സെക്കൻഡിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത് വെച്ചാൽ എതിർ ടീമിന് കോർണർ കിക്ക് അനുവദിക്കും. അതുപോലെ ബോള് ഔട്ട് ഓഫ് പ്ലേ ആയാൽ, ത്രോ ഇൻ ആയാൽ, ആ ടീം ത്രോ എടുക്കാൻ 5 സെക്കൻഡിൽ കൂടുതൽ വൈകിയാൽ എതിർ ടീമിന് ത്രോ ഇൻ കൊടുക്കും. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ഒരു പ്ലെയർ ഇറങ്ങുവാൻ വൈകിയാൽ ആ പ്ലെയറിനെ 1 മിനിറ്റ് വെളിയിൽ നിർത്തിയിട്ട് പിന്നീട് അകത്ത് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് ഇപ്പൊ ഈ അടുത്ത് വന്ന പ്രധാന നിർദ്ദേശങ്ങൾ. പിന്നെ റെഫറിയോട് അപമര്യാദയായി പെരുമാറി മൈതാനം വിടാൻ ഒരുങ്ങിയാൽ ആ പ്ലെയറിന് റെഡ് കാർഡ് സിറ്റുവേഷൻ കൊടുത്ത് റെഡ് കാർഡ് കൊടുത്ത് പറഞ്ഞു വിടും. അതൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രധാനമായ നിയമങ്ങൾ. അപ്പൊ ഇനി നമ്മുടെ നാട്ടിലും ഫുട്ബോൾ നടക്കുമ്പോൾ ഇതല്ലേ ഫോളോ അല്ല, ഇപ്പോൾ ഞങ്ങൾ ഇത് നടത്തിയ കൊച്ചിൻ പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു എറണാകുളത്ത്. അർജുൻ പറഞ്ഞില്ല, നമ്മളൊരു എന്താണ് ഫീൽഡാണെങ്കിൽ ചേച്ചിയാണ് ഇവിടുത്തെ റെഫർ ചെയ്യുന്നത്. പക്ഷേ ചേച്ചിയുടെ ഫിസിലല്ലേ ഇരിക്കണം, മണിയാണെന്നല്ലോ. ചേച്ചി 2 മണി അടി ചേച്ചി ആ ബോംബെ മുട്ടായിട്ട് സൗണ്ട്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ചേച്ചി, അത് ചേച്ചി തീരുമാനിക്കണം ചേച്ചി. ഫുട്ബോൾ ഫീവർ അല്ലേ, നല്ല ആവേശല്ലേ? ഞാൻ വരാടാ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, ഇവിടെ എല്ലാരും നമ്മുടെ വെറ്ററൻസ് ഉണ്ട്. പക്ഷെ ഒരാള് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാണ്. ആരാണെന്ന് അറിയാലോ? നമ്മുടെ ലേഡി IM വിജയ് സീന മാം. ഇന്നത്തെ മെയിൻ സീന മാം, പ്ലീസ് ഗിവ് എ ഹ്യൂജ് റൗണ്ട് ഓഫ്
ഓഫ് അപ്ലോസ്. ചേച്ചി ഒരു സിസർ കട്ട് ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെയാണ് ഫുട്ബോളിന് വരുമ്പോ അല്ലേ? CR7 ഉണ്ട്, മെസ്സി ഉണ്ട്, എംബാബെ ഉണ്ട്, പിന്നെ നെയ്മർ ഉണ്ട്. ഇവരൊക്കെ ഉണ്ടെങ്കിലും ചേച്ചിക്ക് ഇഷ്ടം ശ്വേത ചേച്ചീനെ. അത് ഇവിടെ വന്നപ്പോഴേ ഇവിടെ സിസർ കട്ട് നടപ്പോ ഞാൻ ചേച്ചി ഇപ്പൊ അടിക്കും. ഇവിടെ വന്നിട്ട് പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. സീന ചേച്ചിനെ ഇവിടെ കിട്ടിയപ്പോ എനിക്ക് ആ സിസർ കട്ട് ഒന്ന് കാണണം പ്ലീസ്. ഓക്കെ, ഒരു ബോൾ ഒന്ന് നമ്മുടെ ബോൾ. എന്താ നമ്മളിപ്പോ ഇവിടെ കണ്ടതല്ലേ? ചേച്ചി നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് ഇതൊക്കെ ഉള്ള പണി തന്നെ എടുക്കാൻ പാടാണ്. എന്തായാലും സോ ഹാപ്പി ടു മീറ്റ് യു. ഇനി ഈ ഫുട്ബോൾ പ്ലേയേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ ഈ ഇങ്ങനെ അടിപൊളി അടിപൊളി സൂപ്പർ 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 സൂപ്പർ. അപ്പൊ ശ്വേത ചേച്ചി പറഞ്ഞ പോലെ കോമഡി മാസ്റ്റേഴ്സിന്റെ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ഫസ്റ്റ് ലേഡി, യാ പ്രൗഡ് ലേഡി അല്ലേ? ഫുട്ബോൾ ടീമിന്റെ നമ്മളുടെ എല്ലാരും ഒരു ഹരമായ ഒരു സ്ത്രീയാണ്. ഐ എം വിജയൻ, ലേഡി ഐ എം വിജയൻ. താങ്ക് യു ചേച്ചി. ഒരുപാട് ചേച്ചി എന്നല്ല മാം. അല്ല, ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും മെയിൻ ആണ്. ഇത് വരാൻ പോകുന്ന മെയിനുകളാണ്. അപ്പോ പ്ലീസ് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ സ്ത്രീകളല്ലേ, നമ്മുടെ അയൺ ലേഡിക്കാണ് ആദ്യം പരിഗണന. നമ്മുടെ ഒരു ലീഡറാണ് ഈ നിൽക്കുന്നത്. ഒരുപാട് പേർക്ക് എന്താ പറയുന്നേ കോച്ചിങ് നൽകിയിട്ടുള്ളതാണ് മാം അല്ലേ? പെട്ടെന്ന് അയ്യോ നമ്മുടെ അയൺ ലേഡി അങ്ങ് ഇമോഷണൽ ആയേ. മനസ്സിലായില്ലേ? ചില സമയങ്ങളിൽ ഇരുമ്പും ഉരുകും. ഈ ഫ്ലോറിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ഫുട്ബോൾ പ്ലേയേഴ്സിനെ ലോകം മുഴുവനും കാണിച്ച അമൃത ചാനലിനോട് ഭയങ്കര ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു. ഞങ്ങളാണ് നിങ്ങൾക്ക് നന്ദി പറയാനുള്ളത്. നിങ്ങൾ ഞങ്ങൾ വിളിച്ചപ്പോൾ വന്നില്ലേ? ചേച്ചി ഇപ്പൊ GST ഉദ്യോഗസ്ഥ GST വകുപ്പിലെ. അയ്യോ, ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എറണാകുളം ജില്ലാ ടീമിന്റെ കോച്ചായിരുന്നു. ടീം ചാമ്പ്യന്മാരായി വന്നു. അത് കഴിഞ്ഞ് കേരള സ്റ്റേറ്റ് ടീമിന്റെ കോച്ചായിട്ട് പോയി. ഒരുപിടി ക്ലബുകളിലെ കുട്ടികളെ ഇപ്പോഴും കോച്ചിങ് പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കണം. വീട്ടിലായിരിക്കുള്ളേ? വീട്ടില് ഇപ്പൊ ചേച്ചിയുടെ മോള് മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയൊക്കെ ചെറുതിലേ മരിച്ചുപോയി. ഒറ്റക്കാണ് വളർന്നതും ജീവിച്ചതും. ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഫിനിക്സ് പക്ഷി പോലെ എല്ലാം നേടിയെടുത്തതാണ്. ആരും ഒന്നും കൊണ്ടുവന്ന് തന്നതല്ല, ഒറ്റക്ക് പൊരുതി നേടിയെടുത്തതാണ്. അപ്പൊ ചേച്ചിയുടെ ആ പൊരുതൽ അത് ഇവിടം വരെ അല്ല, ലോകമെമ്പാടും എത്തിയിട്ടുണ്ട്. കാരണം ചേച്ചി തന്നെ പറഞ്ഞു വേൾഡ് കപ്പിന്റെ ഈ പറയുന്ന പോലെ ബ്ലൈൻഡ് ഫുട്ബോൾ ടീമിന്റെ കോച്ചായിട്ട് ചേച്ചി പോയിട്ടുണ്ടെന്നുള്ളത്. ചേച്ചിയല്ല മാം പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പം ശരിക്കും ദിസ് ഇസ് ഡിസേർവിംഗ് വൺ. ഇന്നത്തെ മെയിൻ മാം തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഫുട്ബോളിന്റെ ആവേശം ഇവിടെ തീരുന്നില്ല മക്കളെ. ഇനിയും ആവേശം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ദിവസം വീണ്ടും വരും. അതിലേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.